+2 ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് നോക്കിയാലോ. ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേവ് ഫ്രണ്ട് ആണ്. അതിൽ നമുക്ക് സിലിണ്ടറിക്കൽ ഉണ്ട്, സ്ഫെരിക്കൽ ഉണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്, അതിന്റെ ഫിഗർ ചോദിച്ചിട്ടുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജൻസ് പ്രിൻസിപ്പിളിന്റെ തിയറി ഉണ്ട്. ഏതാണ്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യുന്ന 2 മെത്തേഡ് നമുക്ക് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡെറിവേഷൻ ഉള്ളതായിരുന്നു, പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് അതിൻ്റെ എന്താണ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം. കൂടാതെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഡിഫ്രാക്ഷന്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കട്ടോ. ദെൻ പിന്നീട് വന്നതാണ് പോളറൈസേഷൻ. ആ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ് ലോ ഓഫ് മാലസ് അല്ലെങ്കിൽ മാലൂസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. ഇതെന്തായാലും ഈ ഒരു ടോപ്പിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യലട്ടോ മക്കളെ.